ഈ ഒരു ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ട് വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് ആണ് ഫീച്ചർ ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ മാച്ചിങ്, പിന്നെ ഇമേജ് ക്ലാസിഫിക്കേഷൻ. വിഷൻ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഒരു ഇമേജ് കാണിക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണിക്കുവാണ്. അപ്പോൾ അത് ഈ ഒരു സിസ്റ്റത്തെ ട്രെയിൻ ചെയ്ത് ഉണ്ടെങ്കിൽ ആ ഇമേജ് ഏതാണെന്നുള്ളത് ഫൈൻഡ് ചെയ്ത് അതിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളെടുത്തു, തെലങ്കാന എ റോഡ് മോഡൽ ടു ദ നേഷൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എടുത്തു. അപ്പോൾ ഈ ടെക്സ്റ്റിനകത്തുള്ള ഇമേജായിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജുകളായിട്ട് ഏതെങ്കിലും മാച്ചിങ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഓട്ടോമാറ്റിക്കലി ആ ഒരു വിഷൻ പൊസിഷൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും കാര്യങ്ങളും വെച്ചിട്ട് സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ഇൻപുട്ടും റീഡ് ചെയ്തിട്ട് ഏതെങ്കിലും ആയിട്ട് മാച്ചിങ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്ത് ഫൈൻഡ് ചെയ്ത് അതിൻ്റെ നെയിമും കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അഡ്വാൻസ് പ്രൊജക്റ്റായിട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു പീപ്പിളിന് നമ്മൾ ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അവർക്കിപ്പോൾ അവരുപയോഗിക്കുന്ന ലെൻസിലോ, അല്ലെങ്കിൽ ലെൻസിൻ്റെ ആവശ്യം ബ്ലൈൻഡ് ആയതുകൊണ്ട് അവർക്ക് വരുന്നില്ല, അതല്ലെങ്കിൽ അവർ കയ്യിൽ കിട്ടുന്ന ഒരു ബാൻഡായിട്ട് എന്തെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ സിസ്റ്റം നമ്മുടെ കോഡിങ് കാര്യങ്ങളും ഒപ്പം ഒരു ക്യാമറയുടെ മൊഡ്യൂളും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അവർക്കൊരു 10 രൂപ കൊടുക്കുകയാണെങ്കിൽ 10 രൂപയാണോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ജസ്റ്റ് അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ക്യാമറയുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് സ്പീച്ച് വഴി അത് 10 രൂപയാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യും. പിന്നെ അവരൊരു കടയിൽ കയറുവാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സോപ്പ് മേടിക്കാൻ ചെല്ലുവാണ്, ആ സോപ്പ് ഏത് കമ്പനിയുടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലേൺ ചെയ്ത് കൊടുത്തിരിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവരെ സിസ്റ്റത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അഡ്വാൻസ് ആയിട്ടുള്ള പ്രൊജക്റ്റ്, ഇപ്പോൾ റോഡിൽ കൂടെ നടക്കുവാണ്, വെഹിക്കിൾ ഉണ്ടോ, റോഡിൻ്റെ ഏത് സൈഡ് കൂടിയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഇതെല്ലാം ക്യാമറയിൽ നിന്നുള്ള ഇൻപുട്ട് സിഗ്നൽസ് വെച്ചിട്ട് ഫൈൻഡ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈബ്രറിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ള ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഇതിലും ഐഡിയകളൊക്കെ ആലോചിച്ചിട്ട് കുറേ പ്രോബ്ലം ബേസ് ചെയ്തിട്ട് നമുക്ക് കുറേ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇമേജ് ക്ലാസിഫിക്കേഷൻ സെക്ഷനിലേക്കാണ് നമ്മൾ ആ ഒരു ട്രെയിനിങ് സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട്